ആപ്കി അദാലത്തിൽ AIMIMന്റെ പ്രസിഡന്റ് അസദുദ്ദീൻ ഓവൈസിയുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം ഇദ്ദേഹം ഒരു ആക്സിഡന്റൽ പൊളിറ്റീഷ്യനാണ് എന്നുള്ളതാണ്. ഓവൈസി സാർ, താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ വരാനുള്ള താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ക്രിക്കറ്ററാകാനായിരുന്നു ആഗ്രഹം. താങ്കളൊരു ഫാസ്റ്റ് ബോളർ ആണെന്ന് ഞാൻ കേട്ടു. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്കോ എനിക്കോ അല്ലാണ്ട് ആർക്കും വിധിയൊന്നും തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. ദൈവമല്ലേ എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചു പ്രായത്തിൽ ഞാൻ നല്ലപോലെ ക്രിക്കറ്റ് കളിക്കുന്ന ആളായിരുന്നു. ഒരു ക്രിക്കറ്റർ ആവണമെന്നായിരുന്നു ആഗ്രഹം എൻ്റെ. പിന്നെ വീട്ടിലുള്ള എല്ലാവരും എന്നോട് നന്നായിട്ട് പഠിക്കണം, പഠിത്തമാണ് എല്ലാം എന്നാണ് പറഞ്ഞു തന്നത്. അതിനുശേഷം അച്ഛൻ പറയുന്നത് മുഴുവനും കേട്ടാണ് വളർന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ നല്ലപോലെ ഞാൻ പഠിക്കാനായിട്ട് പുറത്തുപോയി. താങ്കൾ 6 വിക്കറ്റ് എടുത്ത ആ മാച്ച് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അതെ, അത് ഉസ്മാൻ യൂണിവേഴ്സിറ്റി വേഴ്സസ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിക്ക് നടന്ന ഇന്റർ വാർസിറ്റി ഫൈനൽ മാച്ച് ആയിരുന്നു. ഉസ്മാൻ യൂണിവേഴ്സിറ്റിയുടെ ഗ്രൗണ്ടിലായിരുന്നു അത് സംഭവിച്ചത്. ഞാൻ ഉസ്മാൻ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പണിംഗ് ബൗളറായിരുന്നു. ആ മാച്ചിൽ എനിക്കൊരു 6 വിക്കറ്റോളം കിട്ടിയിരുന്നു. അതിൻ്റെ ഒപ്പം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെങ്കടേഷ് ആയിരുന്നു ഓപ്പണിംഗ് ബൗളിംഗ് ഒക്കെ ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് 1-2 വിക്കറ്റൊക്കെ കിട്ടി. പക്ഷേ സൗത്ത് സോണിൽ എനിക്കായിരുന്നു കിട്ടിയത്, അദ്ദേഹത്തിന് കിട്ടിയില്ല. അതിനുശേഷം എൻ്റെ ക്രിക്കറ്റ് കരിയർ തീർന്നു. അദ്ദേഹത്തിന് ഒരു വലിയ നഷ്ടമാണ് ഏർപ്പെടുത്തിയത്. ഞങ്ങൾക്ക് നല്ലൊരു ബോളറിനെ നഷ്ടമായി. ഇല്ല, എനിക്ക് കുറേ ലാഭം കിട്ടി. എങ്ങനെ അറിയാതെ? ഇതാ നോക്കൂ, ക്രിക്കറ്റിൽ അല്ല കളിയിലൊന്നും എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും മാഷാല്ലാ എല്ലാവരും നല്ല പ്ലെയർ ആയിരുന്നു. നല്ല ബാറ്റ്സ്മാൻ ഉണ്ടായിരുന്നു, നല്ല ബൗളേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇങ്ങനെ ഒരു ജേണി അല്ലേ. ആ ജേണി എങ്ങോട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് ഒരിക്കലും ആർക്കും അറിയില്ലല്ലോ. അതിനുശേഷം താങ്കൾ വക്കീലാകാൻ ആഗ്രഹിച്ചു. അതെ, ഞാൻ ലോ ആണ് പഠിച്ചത്. ലണ്ടനിൽ ഞാൻ LLB ചെയ്തിരുന്നു. പിന്നെ ലിങ്കൺ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഭാരതിലാണ് പഠിച്ചിരുന്നു. പിന്നെ US പോയിട്ട് ഞാൻ എല്ലാം പഠിക്കണമെന്ന് ആലോചിച്ചപ്പോഴേക്കും അച്ഛൻ വിളിച്ചിട്ട് പാരിസ്റ്റി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ പാരിസ്റ്റി പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ഞാൻ എല്ലാം നല്ല രീതിക്ക് തീർത്തു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് സങ്കടമുണ്ട്. താങ്കൾ നല്ലൊരു ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. മക്ഡൊണാൾഡ്സിൽ താങ്കൾ ജോലി ചെയ്തു, ഓക്സ്ഫോർഡിൽ സ്റ്റോർസിലൊക്കെ ജോലി ചെയ്തിരുന്നു. അതെ, അവിടെയുള്ള എല്ലാവരും ചെയ്യും. അവിടെ പോകുന്ന എല്ലാ സ്റ്റുഡൻസ് ഇത് ചെയ്തിരിക്കുന്നാണുള്ളത്. അക്കാലത്ത് താങ്കൾ എത്രത്തോളം ഹാൻസം ആയിരുന്നു എന്നുള്ളതിന് തെളിവായ ഒരു ഫോട്ടോ ഉണ്ട്. അത് ജനങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നങ്ങനെയല്ല, ഇന്ന് ഒട്ടും അങ്ങനെയല്ല. ഇപ്പോഴും താങ്കൾ ഹാൻസം ഒക്കെ തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയത്തിന് വേണ്ടി താങ്കൾ തൊപ്പിയും താടിയും പൈജാമയൊക്കെ ഇട്ടിരിക്കുക. അല്ലല്ല, ഒരിക്കലും രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല. ഇത് ഹൈദരാബാദിന്റെ ട്രഡീഷണൽ കൾച്ചർ എന്നൊക്കെ പറയാം. എനിക്കിത് വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ രാഷ്ട്രീയത്തിന് വേണ്ടി ഇടുന്നതല്ല ഇത്. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് താങ്കൾ എങ്ങനെയാണ് വന്നത്? ഞാൻ 1994 പഠിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അന്ന് എൻ്റെ അച്ഛനും പിന്നെ പാർട്ടിയിലുള്ള വലിയ വലിയ ആൾക്കാരും എന്നെ ഇരുത്തി മനസ്സിലാക്കി തന്നു. അതായത് രാഷ്ട്രീയത്തിന് കുറേ പഠിപ്പുള്ള ആൾക്കാരും വേണമല്ലോ. അതിനുള്ള എല്ലാ ടാലന്റും അള്ള എനിക്ക് വേണ്ടി തന്നിട്ടുണ്ടല്ലോ. നീ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുക, നിന്റെ കടമ എന്താന്ന് വെച്ചാൽ ചെയ്യ്. 94 ഇലക്ഷനിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരു MLA ജയിച്ചിരുന്നുള്ളൂ. അപ്പോൾ സിംഗിൾ MLA ആയതുകൊണ്ട് 5 വർഷം കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി. 94 MLA ആയതുകൊണ്ട് പിന്നെ 96 പാർലമെന്റ് ഇലക്ഷനും വന്നിരുന്നു. കുറച്ച് ശ്വാസം വിട്ട് തീർക്കുന്നതിന് ഇപ്പം 98 പാർലമെന്റ് ഇലക്ഷനും വന്നു. പിന്നെ 99 മറ്റൊരു ഇലക്ഷൻ. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് ഈ ഇസ്ലാമിക് കാലണ്ടർ വഴി നോക്കിയാൽ ഞാൻ സഫർ മാസത്തിലാണ് ജനിച്ചത്. സഫറിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ജേണിയാണ്. നീ എന്തുകൊണ്ടാണ് വീട്ടിൽ ഇരിക്കാത്തതെന്ന് അമ്മ എപ്പോഴും ചോദിക്കുന്നു. സഫർ മാസത്തിൽ ജനിച്ചത് കൊണ്ട് എപ്പോഴും ഇങ്ങനെ ഓട്ടത്തിലാന്ന് ഞാനും അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു. താങ്കളുടെ ഭാര്യയും ശരിക്കും ഫീൽ ചെയ്ത് കാണുമല്ലോ. കാരണം കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ താങ്കൾ വിധാനസഭയിൽ സ്പീച്ചിന് വേണ്ടി പോയിരുന്നു എന്ന് കേട്ടു. അതെ, നിങ്ങള് ഇതൊക്കെ എങ്ങനെയാ പറഞ്ഞത് രജിത് സാർ? പഴയ ഈ കഷ്ടമൊക്കെ എടുത്ത് പിന്നെയും കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ശീലമല്ലേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് സന്തോഷിച്ചു പോകും, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകേണ്ടതല്ലേ. അതുകൊണ്ട് വീട്ടിലുള്ളവരൊക്കെ ആ സമയമൊന്നും പറഞ്ഞാൽ കേൾക്കൂല. അതൊരു വീക്ക് പോയിന്റ് ആയിട്ട് അവരെടുക്കും. പിന്നെ നിങ്ങൾക്കെതിരെ കുറച്ച് സംസാരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? ചോദിക്കാം. റീസെന്റ് UAE ഒരു വലിയ ഹിന്ദു ക്ഷേത്രം പണി കഴിപ്പിച്ചല്ലോ. എല്ലാം മോഡിജിയുടെ ഹാർഡ് വർക്ക് അല്ലേ? ഇത് നടന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നോ ഇല്ലയോ? ഇല്ല, ഞാൻ UAEക്ക് എപ്പോഴാണോ രാജാവുന്നത് അപ്പോഴേ ഇതിനുള്ള ഉത്തരം പറയാൻ കഴിയുള്ളൂ. കാരണം UAE എന്റേതല്ലല്ലോ. അല്ല, അവരുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത് കാരണം താങ്കൾ സന്തോഷപ്പെടുന്നുണ്ടോ? അത് സന്തോഷമായിട്ടിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ UAE എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രാറ്റജിയുടെ പാർട്ട്ണർ അല്ലേ. UAEയിൽ നമ്മുടെ ലക്ഷക്കണക്കിനുള്ള ഇന്ത്യൻ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്.
ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടി പോകുന്നുണ്ട്. അതായത് ഇവിടെ മോഡി സാർ ഒരു അമ്പലം പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരതിനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. സോ ഇപ്പോൾ രണ്ട് കൺട്രിയുടെ റിലേഷൻഷിപ്പ് നല്ല രീതിക്കായിരിക്കും. ഇപ്പോൾ രണ്ട് കൺട്രിയും ഫ്രണ്ട്ലി ആയതുകൊണ്ട് അവിടുന്ന് ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ നടക്കും. അവർ നമ്മുടെ ട്രേഡ് പാർട്ട്നേഴ്സ് ആണ്. ഇപ്പോൾ ഇന്ത്യക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ എളുപ്പത്തിൽ കിട്ടാനുള്ള സാധ്യത. കാരണം ഇപ്പോഴൊക്കെ ധാരാളം പേര്, ഉദാഹരണത്തിന് ജാവേദ് അക്തർ സാബല്ലേ, അദ്ദേഹം ജയ് ശ്രീറാം പറയാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം എപ്പോൾ തൊട്ടാ ഈ വിശ്വാസമൊക്കെ കൊണ്ടുവന്ന്? കാരണം അദ്ദേഹം ഒരു ഏത്തിസ്റ്റ് അല്ലായിരുന്നോ? അതൊരു നോൺ ഫാക്റ്റാണ്. അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുള്ളതാ. അദ്ദേഹത്തിന് ദൈവവിശ്വാസം ഇല്ലെന്നാ. പിന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഡെമോക്രസി എന്നൊന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഹിന്ദുക്കളാണെന്ന്. അല്ല, അദ്ദേഹം നുണ പറഞ്ഞതാ. ഡെമോക്രസി ജീവനോടെ ഉണ്ടെങ്കിൽ, അതായത് ഡെമോക്രസി ഉണ്ടെന്ന് വെച്ചാൽ അംബേദ്കർ ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളവരെ അത് ഉണ്ടാവുമെന്നാ തോന്നുന്നത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷനാണ് ഗൈഡ് ചെയ്യുന്നത്. കാരണം ഒരു കമ്മ്യൂണിറ്റി വെച്ച് ജനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. ഇനി ഒരു നാടിനെ ഗൈഡ് ചെയ്യണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കൊണ്ടേ അതിന് പറ്റുള്ളൂ. നമ്മുടെ നാട് നല്ല ന്യൂട്രൽ ആയിട്ടല്ലേ ഉള്ളത് ഈ കാര്യത്തിൽ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ ജീവനോടെ ഉള്ളവരെ ജനങ്ങളുടെ വീര്യം ഉണ്ടാവും. പക്ഷെ അത് കുറഞ്ഞിട്ടില്ലെന്നും പറയാം. അങ്ങനെ തന്നെ ഉണ്ട്. താങ്കൾ കുറയുന്നു എന്ന് പറയുന്നു, പക്ഷേ ഇസ്ലാമിലുള്ള മതപുരോഹിതന്മാർ പറയുന്നത്, റീസെന്റായിട്ട് ബറേലിയിലെ പുരോഹിതൻ പറയുന്നത്, മൗലാന സാബുദ്ദീൻ റിഷ്വി, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സെക്കുലർ എന്ന് പറയുന്നവർ മുസ്ലിംസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മോദിക്ക് വോട്ട് ചെയ്യാൻ പറയുന്നു. അപ്പോൾ മോഡിജിയുടെ അടുത്തുനിന്ന് MP സീറ്റ് മേടിച്ച് MP ഇലക്ഷനിൽ ജയിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. UPയുടെ ടിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ ചോദിച്ച് മേടിക്കണ്ടേ? ഡെപ്പോസിറ്റ് ചെയ്യിച്ചാൽ എന്നെ പിന്നെ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനോട്ട് വിളിക്കണം കേട്ടോ. ആ മൗലാന എന്ന് വെച്ചാൽ പിന്നെയും തിരിച്ച് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഭക്ഷണം കഴിച്ചതല്ലേ, ഇനി അപ്പോൾ നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കാലം വളരെയധികം മാറിപ്പോയി. ആദ്യമൊക്കെ ജനങ്ങൾ മുസ്ലിങ്ങളെ പറ്റിയും മുസ്ലിം വോട്ടിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഹിന്ദുക്കളുടെ വോട്ടിനെക്കുറിച്ചും രാമക്ഷേത്രത്തിനെ പറ്റിയാണ് സംസാരമല്ല. 2014 മോദിജിയുടെ സ്പീച്ചിൽ മോദിജി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു നല്ല കാര്യം പറയാം, അതായത് മുസ്ലിംസിന്റെ വോട്ടൊക്കെ ഫേക്ക് ആണെന്നുള്ള ആ കാര്യം പൊട്ടിച്ചതായിരുന്നു. മുസ്ലിംസിന്റെ വോട്ട് ബാങ്കാന്നുള്ളത് ഒരു മിത്താണ്. അത് വെറും ചിന്ത മാത്രം. അങ്ങനെ ഒരു കാര്യം ഉള്ളതേ പോലും ഇല്ല. ഈ നാട്ടിൽ മെജോറിറ്റി ആയിട്ട് എല്ലാവർക്കും വോട്ടുള്ള കാര്യം ഉള്ളത് തന്നെയാണ്. പക്ഷേ മുസ്ലിംസിന് നല്ല കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്കാണ് എല്ലാ വോട്ടും കിട്ടിയത്, നിങ്ങൾക്കൊരു വോട്ട് ബാങ്ക് ഉണ്ടെന്നും പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഇല്ലല്ലോ. ഒരു പക്ഷേ ഒരു വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു MP എങ്ങനെ ജയിച്ചിരിക്കും നിങ്ങൾ പറ. അതിനൊപ്പം മോഡി സർക്കാർ എല്ലാ മുസ്ലിംസിനെയും നോർമലൈസ് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം മുസ്ലിംസിന്റെ വോട്ടിനെ കുറിച്ച് സംസാരിക്കത്തേ ഇല്ല. ആർക്കും ടിക്കറ്റ് കൊടുക്കുന്നുമില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് മുസ്ലിംസ് MPയും ഇല്ല, മുസ്ലിംസിന്റെ മിനിസ്റ്ററും ഇല്ല. ഇത് തന്നെയാണ് സത്യം. BJPക്ക് അതിന്റെ ആവശ്യവും ഇല്ല. പൊളിറ്റിക്കലി സോഷ്യലി അവരെല്ലാതും നോർമലൈസ് ചെയ്തിരിക്കുവാണ്. ഈ നാട്ടില് മുസ്ലിംസിന്റെ മൈനോറിറ്റി തന്നെ അവർ മാർജിനൈസ് ചെയ്തു. പക്ഷേ ഇപ്പോൾ തേജസ്വി യാദവ് എന്താ പറയുന്നത് വെച്ചാൽ, എല്ലാവരെയും ഒരേ രീതിയിലാണ് കാണുന്നത് എന്ന്. ഇല്ല. അവരുടെ വേദന എന്താന്ന് വെച്ചാൽ, യാദവാണ് പ്രധാനമന്ത്രി ആവേണ്ടത്, മുസ്ലിംസൊക്കെ ഫോളോവേഴ്സ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. അവർ യാദവിനെയാണ് വിശ്വസിക്കുന്നത്. ഭരണത്തിൽ വരുന്നവരെ മുസ്ലിംസിനെ യൂസ് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു വിട്ടേക്കുവാണ്. പക്ഷേ ബീഹാറിൽ താങ്കൾ പോയ സമയത്ത് താങ്കളുടെ MLA തന്നെ താങ്കളെ വിട്ടിട്ട് പോയി. അവിടെയുള്ള MLAസിനെയൊക്കെ RDG ഇങ്ങനെ മേടിച്ചിരിക്കുവല്ലായിരുന്നോ? അവിടെ 5 MLAs ആണ് ജയിച്ചത്. ഞങ്ങൾ 4 വർഷത്തെ കഷ്ടമാണ് അനുഭവിച്ചത്. അതിന്റെ ഒപ്പം ആ 5 MLAs ഹിമാചലിലുള്ള ഒരു ബാക്ക്വേർഡ് ഏരിയ ആണ്. അവിടെ ഞങ്ങളുടെ MLAസാ ജയിച്ചേ. ആരംഭകാലം തൊട്ട് ലാലുജി അതിനുവേണ്ടി പ്രയത്നമായിരുന്നു. ഞാൻ ദാ ഇവിടെ പറയുന്നു, അദ്ദേഹം ജയിലിൽ നിന്ന് അതിനുവേണ്ടി എന്നെ ഫോൺ വിളിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോൺ ഞാൻ എടുക്കത്തില്ല. അവിടെ ഉള്ളവരൊക്കെ വേറെ ഏതെങ്കിലും ഒരു ഫോണിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് സംസാരിക്കാത്തതെന്നൊക്കെ ചെയ്യും. കാരണം എല്ലാവരും ആ ലോകത്തുള്ളവർ കേൾക്കുന്നതല്ലേ പറയുന്നത്. ജയിലിലുള്ളവരുടെ അടുത്ത് ഞാൻ എന്തിനാ സംസാരിക്കേണ്ടത്? പിന്നെ അതിനുശേഷം അവർ ആൾക്കാരൊക്കെ വിട്ട് സംസാരിച്ച് ഞാൻ എന്തിനാ സംസാരിക്കേണ്ടത്? അവരുടെ ആൾക്കാർ വന്ന് നിങ്ങളുടെ MLA അടുത്ത് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ എന്തിനാ കൊടുക്കണ്ടേ? അവിടെ ഞങ്ങളുടെ 5 MLAs ആയിരുന്നു ജയിച്ചത്. 4 MLAs അവർ നാണം പോലും ഇല്ലാണ്ട് അങ്ങോട്ട് മേടിച്ചെടുത്തു. അത് മേടിച്ചതിന് ശേഷം സീമാചലിന് വേണ്ടി എന്താ ചെയ്തത്? സീമാചലിന് വേണ്ടി ഒരു നല്ല കാര്യവും ചെയ്തിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാനാ? ഭരണമൊക്കെ അവരുടെ പക്കത്തിലോട്ട് പോയി. ഇപ്പൊ നിങ്ങൾ തേജസ്വിയുടെ അടുത്താണ് പോയി ചോദിക്കേണ്ടത്, ഹൗ ഡു യു ഫീൽ എന്ന്. ഇപ്പൊ അദ്ദേഹത്തിന് നല്ല സന്തോഷത്തിലായിരിക്കുമല്ലോ. ഇതിൽ തേജസ്വി എന്ത് തെറ്റായത്? അദ്ദേഹത്തിന്റെ ചിറ്റപ്പനല്ലേ പാർട്ടി മാറിയത്? ഞാൻ 19 സീറ്റിന് മാത്രം വഴക്കിടുമ്പോ ഞാൻ വോട്ട് പിരിക്കാനാണെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ BJPക്ക് 2 പ്രാവശ്യം ഭരണം കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം രാജാവ് ഹരിചന്ദ്ര. ഇതൊക്കെ എന്താന്ന് നിങ്ങൾ തന്നെ പറ. ഇവിടെയുള്ള പൊളിറ്റിക്കൽ ഓപ്പോസിഷൻ ഒരു കാര്യം നല്ലപോലെ തീരുമാനിക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഒരിക്കലും ഒരു മുസ്ലിം ലീഡർ ഉണ്ടാവാൻ പാടില്ലെന്നുള്ള കാര്യമാണ് അവർ അങ്ങനെ തീരുമാനിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ധാരാളം ലീഡേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് മമതാ ബാനർജി, അവരെ എല്ലാവരും മുസ്ലിംസിന്റെ വെൽവിഷർ എന്നാണ് വിളിക്കുന്നത്.
അതിന് എന്നെ താങ്കൾ എങ്ങോട്ടാ വിളിച്ചോണ്ട് പോകുന്നതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്നെ എങ്ങോട്ട് വിളിച്ചോണ്ട് പോയാലും ഞാൻ ഉത്തരം പറയും, എനിക്ക് വിഷമിക്കണ്ട. അത് കറക്റ്റ് തന്നെയാ. നമ്മൾ മാൾഡയ്ക്കോ അല്ലെങ്കിൽ മുർഷിദാബാദിലോട്ടെങ്ങാനും പോയാൽ നിങ്ങൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ നിലത്തിലുള്ള വെള്ളം പോലും WHO ലിമിറ്റിനേക്കാൾ ആർസനിക്ക് കൂടുതലുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കിയാൽ മുസ്ലിംസ് പെണ്ണുങ്ങളുടെ വിരലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ വിരലിന്റെ നടുക്കൊക്കെ ഇങ്ങനെ ചെയ്ത് അവരുടെ കൈ മൊത്തവും പുണ്ണായിരിക്കും. സെക്യൂരിലിസം എന്ന് പറയുന്നത് എവിടെയുണ്ട് ഈ സെക്യൂരിലിസം? എന്ത് സെക്യൂരിലിസാ ചെയ്യുന്നത് നിങ്ങള്? നിങ്ങളുടെ ഗവൺമെന്റ് എംപ്ലോയ്മെന്റിൽ എന്തോ ഒരു നാടാണുള്ളത്. സോ മുസ്ലിംസ് കമ്മ്യൂണിറ്റി ഒക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമായിരുന്നു. കാരണം നിങ്ങളെയൊക്കെ അവർ ഉപയോഗിക്കുകയാണ്. നിങ്ങളാണ് നിങ്ങളുടെ ലീഡർഷിപ്പിനെ തെരഞ്ഞെടുക്കേണ്ടതൊക്കെ. പക്ഷെ അവിടെയുള്ള ജനങ്ങളാണെങ്കിൽ എൻ ബ്ലോക്ക് വോട്ട് ചെയ്യും. അതെ അവർ കൊടുക്കുന്നുണ്ട്. കൊടുത്തേ പറ്റുള്ളൂ. കാരണം അവർക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അവരെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസ് അവരുടെ CPM ഒന്നും ചെയ്യത്തില്ല. ലെഫ്റ്റ് ഫ്രണ്ടിന്റെ ഗവൺമെന്റ് ആയിരുന്നു. അവിടെയുള്ള സോഷ്യൽ എക്കണോമിക് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ബംഗാളിന്റെ മുസ്ലിംസ് ഒക്കെ വളരെ പാവങ്ങളായിരുന്നു. ആരെ കൊണ്ടും അതിനെ തടയാൻ കഴിയില്ല. കാരണം അതിന്റെ ഡേറ്റ ഉണ്ടല്ലോ. അതിനൊപ്പം നിങ്ങൾ എന്തോരം ബഡ്ജറ്റാണ് തരുന്നത്? ബഡ്ജറ്റ് കുറവല്ലേ? പക്ഷേ മുസ്ലിംസിന് സിംബോളിസം എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ റംസാനൊക്കെ വന്നാൽ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ തലയിലൊക്കെ നല്ലപോലെ തുണി ഇങ്ങനെ ചുറ്റിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്നാണ് പറയുന്നത്. ജനങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഒരു ചിന്തയില്ല ഇവർക്ക്. അതിനെക്കുറിച്ച് വിഷമവുമില്ല. സോ ഇതെല്ലാം കൂടെ നിങ്ങൾ വോട്ടിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഫലമൊക്കെ കിട്ടണ്ടേ? ഇതുകൊണ്ടൊക്കെ ഒരു ഫലവും അവർക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. സജൻ അദ്ദേഹം തന്നെയാ. ഇതുപോലത്തെ ആൾക്കാരൊക്കെ നിങ്ങൾ എന്തിനാ പ്രൊമോട്ട് ചെയ്യുന്നത്? എന്തിനാ അവരൊക്കെ ഇങ്ങനെ വളർത്തിവിടുന്നത്? എല്ലാവരും ഒരുമിച്ചാ ഉള്ളതെന്നുള്ള കാര്യം കാണിക്കാൻ BJPക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഷാജാൻ ഷേഖിന്റെ 2 ഫ്രണ്ട്സ് ഹിന്ദുവാണ്. അപ്പോ ഇതുപോലത്തെ കാര്യമൊക്കെ ഞാൻ മാൾഡയിലും മുർഷിദാബാദിലും ഒക്കെ പോയി നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാ. അവസ്ഥ വളരെ മോശം. എല്ലാവരും BJPയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അശോക് ചവാനും BJPയിലേക്ക് പോയി. ഇപ്പോൾ UPയിൽ എത്രയാണ് സമാജ്വാർ പാർട്ടിയുടെ അപ്പർ കാസ്റ്റ് MLAs ഒക്കെ ഉണ്ടായിരുന്നോ അവർ BJPക്ക് കാൻഡിഡേറ്റ് വോട്ട് ചെയ്തിട്ടുണ്ട്. ജെയിൻ ചൗധരി സാറിന്റെ പാർട്ടിയിൽ 9 MLAക്കള് 2 മുസ്ലിംസാ. അവരും BJPക്ക് തന്നെ വോട്ട് ചെയ്തത്. അശോക് റാവു ചവാൻ എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഞാൻ എപ്പോഴൊക്കെ നന്ദത്തിലോട്ട് പോകുന്നോ B ടീം എത്തി ഇദ്ദേഹത്തിനടുത്ത് സൂക്ഷിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ വരാൻ പാടില്ലെന്ന് ആര് പറഞ്ഞോ അവർ തന്നെയാ പോയി ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നത്. ഇപ്പോഴല്ലേ ഓരോ സത്യമായിട്ട് പുറത്തു വരുന്നതൊക്കെ. അതിന്റെ ഒപ്പം സെക്യൂരിലിസം എന്ന് പറഞ്ഞ പേരിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്നുള്ള കാര്യം ഇപ്പോഴല്ലേ പുറത്തു ഹിമാചൽ വരുന്നത്. പ്രദേശില് സർക്കാർ തന്നെ വീണുപോയല്ലോ. രാഷ്ട്രീയം മുഴുവനും നശിച്ചുപോയി. രാഷ്ട്രീയം മൊത്തത്തിൽ നശിച്ചെന്നാണുള്ളത്. നന്നായി ഒരു 10-15 ദിവസം മുമ്പ് ഞാൻ ഹിമാചലിലോട്ട് പോയില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഞാനും അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ മേത്ത് എല്ലാവരും കുറ്റം കിട്ടിയാണ്. പക്ഷെ ഇവരുടെ MLAs ഒക്കെയാണ്. ഇവരുടെ MLAs ഒക്കെ തന്നെയാ പോകുന്നത്. ക്രോസ് വോട്ടിങ്ങും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒപ്പം ആവശ്യമില്ലാത്ത കാര്യം കൊണ്ട് അഭിഷേക് മനു സിംഗ് വിശാരനെയും തോൽപ്പിച്ചു. അദ്ദേഹം വളരെ നല്ല ലോയറാണ്. അദ്ദേഹത്തിനെയും തോൽപ്പിച്ചില്ലേ? ഇതൊക്കെ ഇവരുടെ തെറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യവും ഇത് തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് കറേജ് ഓഫ് കൺവിക്ഷൻ ഇല്ലെന്നേ. നിങ്ങൾ നരേന്ദ്രമോദിയുടെ ഒക്കെ ഐഡിയോളജി എതിർത്താൽ മാത്രമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടത്തുള്ളൂ. പക്ഷെ നിങ്ങൾ എന്താ പറയുന്നത്? അദ്ദേഹത്തിനേക്കാൾ ഹിന്ദുത്വമാണ് വലിയ ലീഡേഴ്സ് എന്നൊക്കെ. അങ്ങനെ തന്നെ അനുഭവിക്കൂ. മതത്തിന്റെ തലവന്മാരുണ്ടാവും, ദാക്കൂർസ് ഉണ്ടാവും, ബ്രാഹ്മണന്മാരുണ്ടാവും, യാദവന്മാരുണ്ടാവും, കുർമിയറുകളുണ്ടാവും, കുഷ്വാക്കകളുണ്ടാവും, മറാഠകളുണ്ടാവാം, ദളിത് കാസ്റ്റിൽ പോലും OBCയിലും തലവന്മാരുണ്ടാവും. OBCയിൽ ശരിക്കും തലവന്മാരുണ്ടായിരിക്കാം. നാടിന്റെ പ്രധാനമന്ത്രി പാർലമെന്റിൽ നിന്നുകൊണ്ട് എല്ലാവരേക്കാൾ ഞാനാണ് വലിയ OBC എന്ന് പറഞ്ഞാൽ. പക്ഷെ മുസ്ലിംസിലോട്ട് ഒരു ലീഡർ പോലും ഇല്ലട്ടോ. സർ 17 കോടി മുസ്ലിംസ് ഉണ്ട് ഇവിടെ. പക്ഷെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ ആരും തന്നെ ഇല്ല. ഡെമോക്രസിക്ക് ഇത് നല്ല കാര്യം തന്നെയാണോ? താങ്കളും 28 വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ലീഡർഷിപ്പ് കിട്ടുന്നില്ല? സർ ഇതിന്റെയൊക്കെ കാരണം 28 വർഷം. സാർ ഒരു കാര്യമുണ്ട്. അതായത് 40 വർഷമായിട്ട് ഇങ്ങനെ ക്യാൻസർ പോലെ സ്പ്രെഡ് ആയിരിക്കുക. അത് 28 വർഷത്തിൽ തീരുവോ സാർ? മുസ്ലിംസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താന്ന് വെച്ചാൽ, അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം ലക്നൌവില് ആ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയത്തിലോട്ട് വരുന്നില്ലെന്നും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് വേണ്ടി ഞങ്ങൾ വരത്തില്ല, ഈ പാർട്ടിയെ നല്ലപോലെ വിശ്വസിക്കുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു. ഏത് പാർട്ടിയെ നിങ്ങൾ വിശ്വസിച്ചോ ആ പാർട്ടി തന്നെ GB കാലത്തില് ബാബർ മസൂദിലാണ് ശിലകളൊക്കെ വെച്ചത്. ആ പാർട്ടി തന്നെയാ മലിയാന, ഹസീംപുര, ഡൽഹിയിലാ കൊലപാതകമൊക്കെ ചെയ്തത്. ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിലെ എന്തോ ഒരു മുസ്ലിം MP ഉണ്ടെന്ന് നിങ്ങളൊന്ന് പറയേ. ഈ രാജ്യത്തുള്ള മുസ്ലിംസ് അസദുദ്ദീൻ ഓവൈസിയെ ഒരിക്കലും വിശ്വസിക്കുന്നില്ലെന്നുള്ളത് സത്യം തന്നെയല്ലേ? അവരൊക്കെ കരുതുന്നത് താങ്കൾ BJPയെ സഹായിക്കുന്നു എന്നാണ്. ശരി, നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട.
എന്നെ ഇങ്ങോട്ട് വിട്ടേരെ നിങ്ങള്. എന്തോ ഒരു കവിതയെ പോലും അതുണ്ടല്ലോ, എന്താ അത്? ആത്മാവിന്റെ അകത്ത് ആഴമായിട്ട് നിങ്ങൾ ചെന്ന് ആ രഹസ്യം എന്താന്ന് കണ്ടുപിടിക്കണം. സോ എന്നെ വിശ്വസിച്ചെങ്കിൽ നിങ്ങളെങ്കിലും നിങ്ങളെ വിശ്വസിക്ക്. നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. സാർ നിങ്ങൾ ഏത് മുസ്ലിംസിനെ വേണമെങ്കിലും ചോദിച്ചോളൂ, ഇതൊക്കെ സത്യമല്ല, നിങ്ങൾ ലീഡർ ആയിക്കോളൂ എന്ന് അവർ പറയും. ഇല്ല ഞങ്ങളുടെ അടുത്ത് ആ തലവനുണ്ട്, ആ പാർട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല സാർ. ഉറപ്പായിട്ടും ഒന്നും അവര് സംഭവിക്കില്ല. താങ്കളോട് അവർക്ക് താങ്കൾ വേണമെന്നുള്ളതല്ല പ്രശ്നം, വേറെ ആരെങ്കിലും വന്നാലാണ് പ്രശ്നം. ഇല്ല ഞാൻ അങ്ങനെയല്ല. അത് ഇതെങ്ങനെയുണ്ടെന്ന് വെച്ചാൽ രജത് സാറ് എൻ്റെ കോളേജിലുള്ള കഥയായിരുന്നു പറയുന്നത്. അതിൻ്റെ പിന്നാലെ ഒരു കഥയുണ്ട്. എൻ്റെ കാര്യത്തിലൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്ക്. വേറെ ആരെങ്കിലും തിരഞ്ഞെടുത്തോളൂ, എനിക്കൊരു പ്രശ്നവും ഇല്ല. എന്തോരം ദിവസം തന്നെ നിങ്ങളിങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നുള്ള കഥ തന്നെ പറയാൻ പോകുന്നത്. വേറെ ആരെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കണം. സിഖൊക്കെ നോക്കിയാൽ അവർക്ക് വേണ്ടി ഒരു ലീഡർഷിപ്പ് അവർ തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാ മതങ്ങളിലും ഓരോ ലീഡർഷിപ്സ് ഉണ്ട്, ഇത് ആരെ കൊണ്ട് ഡിനൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ മുസ്ലിംസിന്റെ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഇവനും ജിന്നയെ പോലെ തന്നെയാ, ജിന്നെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. ജിന്നെ ഞങ്ങൾ റിജക്ട് ചെയ്തുകൊണ്ടല്ലേ ഞങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്നത്. ലാസ്റ്റ് സമയം വരെ ഇവിടെ തന്നെ ഇരിക്കും. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ്. എല്ലാത്തിലും അവരുണ്ടാവും, ഉപയോഗപ്പെടുത്തിക്കോളും, പിന്നെ ഒരു ന്യായവും കിട്ടത്തുമില്ല അവസാനം.